ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിനിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ദീപാവലിയൊക്കെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ലഡുവായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല തൊട്ടടുത്താണെന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ വേഗം തന്നെ നമുക്ക് നമ്മുടെ ലഡു എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബൂന്തി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് 1.5 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ഫുഡ് കളറാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഓറഞ്ച് ഫുഡ് കളറാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ നമുക്ക് വേഗം തന്നെ ബൂന്തി വീർത്ത് കിട്ടും. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട, കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുത്താൽ മതിയാകും. ഞാനിപ്പം മൊത്തത്തിൽ 1 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ബാറ്റർ കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിലായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ പരുവം. അപ്പോൾ ഒരുപാട് ലൂസായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ബൂന്തി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ചൂടായി വരണം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ബൂന്തി റെഡിയാക്കുന്നത്. അതിനായിട്ട് ഇതുപോലെ ഒരു തവിയിലേക്കാണ് നമ്മൾ ബാറ്റർ കോരി ഒഴിക്കുന്നത്. ഇതുപോലെ ഹോൾസ് ഉള്ള എന്തെങ്കിലും എടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് ഇതുപോലെ ഇത് നമുക്ക് തയ്യാറായി കിട്ടുന്നത്. ഇപ്പം നിങ്ങൾക്ക് ബാറ്റർ കുറച്ച് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ലൂസാക്കി എടുത്താൽ മതിയാകും. അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ നമുക്ക് ബൂന്തീസ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരുപാട് ലൂസായി പോവാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാനും ശ്രദ്ധിക്കണം. വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്ത് നമ്മൾ ലഡു പ്രിപ്പയർ ചെയ്യാറില്ല. അപ്പോൾ നമ്മുടെ ബൂന്തി ഇതുപോലെ റെഡിയായി വരുന്നുണ്ട്. ഒരുപാട് അങ്ങ് മൂത്ത് പോവരുത്, എന്നാൽ തീരെ സോഫ്റ്റായി ഇരിക്കുകയും ചെയ്യരുത്. നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് നല്ലൊരു സൗണ്ട് കേൾക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിത് പാത്രത്തിലേക്ക് ഇടുന്ന സമയത്ത് ആ സൗണ്ട് ഞാൻ കേൾപ്പിച്ച് തരാം. അപ്പം നമ്മളെ ബൂന്തി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് കോരി മാറ്റാം. അപ്പോൾ ആദ്യത്തെ സെറ്റ് ബൂന്തി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ ബൂന്തീസും പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ ബൂന്തി ഒരുപാട് മൂത്ത് പോകരുത്. മൂത്ത് പോയാൽ അതിന് ഒരുപാട് ഷുഗർ സിറപ്പ് വേണ്ടി വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുത്താൽ മതിയാകും. ഇപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ എല്ലാ ബൂന്തീസും പൊടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/4 ഭാഗം മാറ്റി വെക്കാം. എന്നിട്ട് 3/4 ഭാഗം മാത്രം പൊടിച്ചെടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഫുള്ളും പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പം ഞാനിവിടെ ബൂന്തി എല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്കാക്കി മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഈ പഞ്ചസാരയെല്ലാം നന്നായിട്ടൊന്ന് അലുത്ത് വരണം. അപ്പോൾ ഈ പഞ്ചസാരയെല്ലാം നന്നായിട്ട് അലുത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആവണ്ട, ഒന്ന് ഒട്ടുന്ന പരുവമായി കിട്ടിയാൽ മതിയാകും. നന്നായിട്ട് മെൽറ്റ് ചെയ്ത് ഒന്ന് കുറുകി വരണം. അതായത് ജസ്റ്റ് ആ ഒട്ടുന്ന പരുവത്തിൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബൂന്തിയിലേക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ചൂടോട് കൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറേശ്ശെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബൂന്തി ഈ ഷുഗർ സിറപ്പിൽ നന്നായിട്ടൊന്ന് കുതിർന്ന് വരും. ഇപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള ഷുഗർ സിറപ്പ് കൊണ്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ബൂന്തി ഇതിൽ നന്നായിട്ട് കുതിർന്ന് വരും. നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലൂസ് പോലൊക്കെ തോന്നും. അതൊന്നും പേടിക്കണ്ട. പിന്നെ ഇത് കറക്റ്റായിട്ട് ബൂന്തി അത് വലിച്ചെടുത്തോളും. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനിയും കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ നെയ്യ് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് കാണാൻ കഴിയും കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇത് കറക്റ്റായിട്ട് വരും.
ഇപ്പോൾ ബൂന്തി നമ്മുടെ ഷുഗർ സിറപ്പ് എല്ലാം നന്നായിട്ട് അബ്സോർബ് ചെയ്ത് നല്ല രീതിയിലായി വന്നിട്ടുണ്ട്. ഇനിയും ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്കിതൊന്ന് ബോൾസാക്കി എടുക്കാം. അപ്പോൾ കയ്യിൽ ചെറിയൊരു നനവുണ്ട്. എന്നിട്ട് നമുക്ക് ചെറിയ ചൂടോട് കൂടി തന്നെ ഓരോ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് കിസ്മിസ് വെച്ച് കൊടുക്കാം. കിസ്മിസോ അണ്ടിപ്പരിപ്പോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഒന്നും വെച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കിസ്മിസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പം നമ്മുടെ ലഡു ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാം ഇതുപോലെ ബോൾസാക്കി എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡു ആണ്. അപ്പം ഇതുപോലെ ഞാൻ എല്ലാം ഇവിടെ തയ്യാറാക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം എത്ര സോഫ്റ്റ് ആണെന്നുള്ള കാര്യം. അകം നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ലഡു ആണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്നെ മറക്കാതെ അറിയിക്കണം. ഇന്നത്തെ നമ്മുടെ ഈ ലഡു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.